ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ സെക്കൻഡ് ബ്ലോഗ് ഇവിടെ തുടങ്ങുകയാണ് ഗായ്സ്. എൻ്റെ ഫസ്റ്റ് ബ്ലോഗ് സപ്പോർട്ട് ചെയ്തതുപോലെ നിങ്ങളെല്ലാവരും എൻ്റെ സെക്കൻഡ് ബ്ലോഗ് സപ്പോർട്ട് ചെയ്യണം ഗായ്സ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബിന് എൻ്റെ സ്നേഹം മാത്രം ഗായ്സ്. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ അനിയനും ചേട്ടൻ്റെ മക്കളും കൂടി ചൂണ്ടയിടാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു തോടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോൾ ഒരു പൂമ്പാറ്റയെ കണ്ടു ഗൈസ്. ഇത് ഒരു അഴകിയ നിലാക്കാലോ നമ്മളാങ്കിൽ മാമോ എസ്കേപ്പ് ആവോ. പെട്ടെന്ന് വാടാ, സമയടാ, പെട്ടെന്ന് വാടാ. അങ്ങനെ നമ്മൾ തോടെത്തി ഗൈസ്. ഇവിടെ മഴകൾ കുറവായതുകൊണ്ട് വെള്ളമൊന്നും അധികം ഇല്ല തോട്ടിൽ. വെള്ളമൊക്കെ വറ്റി കുറച്ചേ ഉള്ളൂ. പക്ഷേ മീൻ കാണും, നല്ല മീൻ കാണും. ഒരു 10-12 വർഷമായി മീൻ പിടിക്കാനൊക്കെ ഇറങ്ങിയിട്ട്. പിന്നെ ചേട്ടൻ്റെ മക്കൾ പറഞ്ഞുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ടൈം പാസിന് ഇറങ്ങിയതാണ്. ഇതാണ് ചൂരൽ മരം. അതാണ് പണ്ട് നമ്മൾ പരമ്പൊക്കെ വളർന്ന പനയ പോലെ, ഒരു കിടിലൻ പനയ പോലെയാണ്. പാറയെല്ലാം നല്ല പായൽ പിടിച്ച് കിടക്കുന്നു ഗൈസ്. നോക്കി ഇറങ്ങടാ, നോക്കി ഇറങ്ങടാ. നല്ല വെള്ളമല്ലേ? കണ്ണീര് പോലത്തെ വെള്ളം. കുറച്ച് നീ പോയി കുടി. കണ്ടാൽ അറിയില്ലേ, ആരോ നമസ്കരിക്കുന്നാവും മണ്ട. സമയം പോണേ, ഇറങ്ങടാ, ഇറങ്ങി ഇടണമെങ്കിൽ ഇട് ചൂണ്ട. പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞാ പിന്നെ നീ എന്തിനു വന്ന ചൂണ്ടയിടാ? അതെടുത്ത് കുത്തി പൊണത്തിന്റെ അകത്ത് വെയിടാ അങ്ങോട്ട്. കണ്ട ഗൈസ്, ഈ പൊനത്തിൻ്റെ അകത്തൊക്കെ നിറച്ച് മീനുണ്ട്. ചൂണ്ട പൊനത്തിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നോക്കിപ്പോ, പായൽ പിടിച്ച് കിടക്കണ ചർക്കും. നോക്കി ഇറങ്ങിപ്പോടാ. അങ്ങനെ ഇവിടെ ഇട്ടിട്ട് ഒരു മീനും കിട്ടിയില്ല. ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോയാണ് ഗൈസ്. പെട്ടെന്ന് വാടാ ചുറ്റിക്കൊണ്ട്. ഇവിടെ വലിയൊരു കുഴിയുണ്ട് ഗൈസ്. അടുത്ത് അവിടെയാണ് ചൂണ്ടിടാൻ പോണത്. രാവുമാർ 3 പേര് അവിടെ നിൽക്കുന്നുണ്ട് കുഴിയുടെ അടുത്ത്. കിട്ടിയാടാ? മീനുമെല്ലാം കിട്ടിയാ? ഇങ്ങോട്ട് പോടാ, ഇങ്ങോട്ടൊന്നുമില്ല. അവിടെ ചറിക്ക് അവൻ്റെ അകത്ത് അവിടെ ഒരു കല്ലുണ്ടെന്ന് വലിയ. ഇനി താഴെ ഇറങ്ങിയില്ലേ? ഇനി താഴെ ഇറങ്ങിക്കേ. ചെറുക്കന്മാർ നല്ല അനുസരണമുള്ള ചെറുക്കന്മാരായതുകൊണ്ട് ആദ്യമേ പറഞ്ഞ് താഴോട്ട് ഇറക്കി നടത്തി. ആരാമല്ലേ
ഇനി ഇറങ്ങിന്നില്ലേ ഡേയ് ഇനി ഇറങ്ങിയില്ലേ കണ്ടാ ഗൈസ് മീൻ പോണ കണ്ടാ ഗൈസ് ഇതുകൊണ്ട് പോണ് കണ്ടാ ാണോ മറ്റേ വലിയ മീനുണ്ടോ ഈ ഗുഹ എവിടെ ഉണ്ടെന്ന് അറിയാമോ? അങ്ങനെ കുറച്ച് നേരം ചൂണ്ടയിട്ടിട്ട് ഒരു മീനും കിട്ടിയില്ല. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പൊത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുത്. നിങ്ങൾ കേട്ടില്ലേ? ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത് ഇവനെ കൊണ്ടുവന്നുകൊണ്ടാണ് കിട്ടാത്തത്. வாரியத்தா ஊர் போய் சேர்ற வரைக்கும் மட்டும் வாயை கொடுக்காம போய் சேரணும். அப்படி மட்டும் நல்லபடியா சேர்த்து விட்டு அடுத்த மாசம் மொட்டை அடிக்கிறேன். വേണ്ടതല്ല கரெக்டா கட்டுவிட்டா. അപ്പോൾ ഈ ബ്ലോഗ് ഇവിടെ കട്ട്. അടുത്ത ബ്ലോഗ് കാണും വരെ ബായ്.